ഈ കരിയർ ബെസ്റ്റ് എന്നാണോ വിളിക്കേണ്ടത് അതോ ഇന്റർനാഷണൽ ക്വാളിറ്റി എന്നാണോ വിളിക്കേണ്ടതെന്ന് അറിയില്ല. ട്രൂലി നിങ്ങളുടെ കരച്ചിലിൽ ഞങ്ങളെല്ലാവരും കരഞ്ഞുപോയി. ട്രൂലി മൂവിങ്. ഇത് നിങ്ങൾക്ക് കാര്യമായിട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു സ്ഥലത്ത് തന്നെയാണല്ലോ പെർഫോമൻസ് ചെയ്യേണ്ടത്. എന്തായിരുന്നു മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത്? സുഭാഷ് ചേട്ടൻ്റെ റോള് ചെയ്യണം. കാരണം സുഭാഷ് ചേട്ടന് ഭയങ്കര ഇൻറ്റഗ്രിറ്റിയോടെ ഒരിക്കലും ആ റോളിനും സത്യസന്ധമായിട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു. അപ്പോൾ ഈ പുള്ളിയോടൊന്നും സംസാരിക്കില്ലായിരുന്നു അതിനെക്കുറിച്ച്. അപ്പോൾ ബാക്കിയുള്ളവരോടൊക്കെ ഞാൻ ചോദിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, എന്തായിരുന്നു അവസ്ഥ, തിരിച്ച് വന്നപ്പോൾ മേലെത്തി അങ്ങനെയൊക്കെ. അപ്പോൾ ഐ വോണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ്. സുഭാഷിനോട് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ. പിന്നെ ചിദംബരം ഗ്രേറ്റ് ഡയറക്ടർ അവൻ പറഞ്ഞു തരും എന്താണ് പരിപാടി. ബിക്കോസ് ഇറ്റ്സ് സച്ച് എ ഗ്രേറ്റ് പ്രോജക്റ്റ്. നമുക്ക് അങ്ങനെ എന്താ പറയുക, ഓൾറെഡി ഡിഫിക്കൽട്ടായിരുന്നു എല്ലാ പരിപാടിയും. അപ്പോൾ അധികം അങ്ങനെ എന്താ പറയുക, പ്രിപ്പയറിൻ്റെ ആവശ്യമില്ലായിരുന്നു. നമ്മളെ കൊണ്ട് അവിടെ ഇട്ടേക്കണായിരുന്നു. ഭയങ്കര ഫീലാണ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും. ഇതിപ്പോൾ ആളുകൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് ബാസി ബോക്സർ ഇട്ടാൽ മാത്രമേ ബാസി ആവുന്നു. പക്ഷെ ഇതിൽ മറ്റേ കള്ളിമുണ്ടെടുത്ത് ബാസി വീഴുന്ന ഒരു വീഴ്ചയുണ്ട്. അതിൽ നിങ്ങളൊരു നടൻ്റെ ഗ്രോത്താണ് എനിക്ക് കാണാൻ പറ്റിയത്. പ്ലീസ് നിങ്ങൾ കണ്ടിരുന്നല്ലോ. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. താങ്ക് യു ഓൾ. നിങ്ങളാണ് I have to thank you all for helping us. So thank you. Thank you. Thanks a lot. Thanks Aliya. പറ്റില്ല. മാസ് പറഞ്ഞാൽ കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് അപാരമായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ പ്രൊമോഷൻ സമയത്ത് എന്നുള്ളത് ശരീരഭാഷയിൽ തന്നെ മനസ്സിലായിരുന്നു. ഇത് ഏത് പോയിന്റ് മുതലാണ് ഈ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള കാര്യം ഇത് തിയേറ്ററിൽ ഇമ്മാതിരി തീയായിരിക്കും എന്നുള്ളത് മനസ്സിലായത്? ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാമായിരുന്നു ഇത് വർക്കാണെന്നുള്ളത്? അങ്ങനെയുള്ള കോൺഫിഡൻസ് തന്നെയാണ് എല്ലാ പ്രോസസ്സും ഞങ്ങൾ ചെയ്തത്. അത് ചിദംബരം ആണ് ക്യാപ്റ്റൻ. നമുക്ക് പൂർണ്ണമായ വിശ്വാസമുള്ള ഒരു ഡയറക്ടറായിരുന്നു. പിന്നെ എല്ലാവരും അറിയാമല്ലോ, കഴിഞ്ഞ കാലങ്ങൾ എല്ലാവരും ചെയ്ത സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും ടാലൻ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്കിതിനകത്ത് നന്ദി പറയേണ്ട ഒരുപാട് പേരുണ്ടല്ലോ. അജയൻ ചാലിശ്ശേരി, മേക്കപ്പ് ചെയ്ത റോണക്സ്, കോസ്റ്റ്യൂം ചെയ്ത മഷർ ഹംസ, ക്യാമറ ചെയ്ത ഷൈജുബായി, അതേപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് ഇതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ പറയുന്നതിൽ കാര്യമില്ല, ജനങ്ങൾ കണ്ടു കഴിഞ്ഞാലാണല്ലോ അതിന് മനസ്സിലാവുക. അതുകൊണ്ടാണ് ഇതിൻ്റെ മുന്നത്തെ പ്രൊമോഷൻ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും. ഇനിയിപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഇമോഷണൽ ആവുന്നത് സിനിമ കണ്ടിട്ട്, ഞാൻ അഭിനയിച്ച സിനിമ കണ്ടിട്ട്. കാരണം ഞാനിതിൻ്റെ ഫുൾ ഔട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ശരിക്കും കരഞ്ഞുപോയി ഒരു ഘട്ടത്തിൽ. കൈവിടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ജീവിതം ഹാപ്പി ആയിരിക്കും. സംശയം ഉണ്ടാക്കരുത്. എല്ലാവരും അങ്ങനെയല്ലേ, നമ്മളെല്ലാവരും അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. കൈവിടാത്ത കൂട്ടുകാർ. എന്തായാലും പുന്നാരമന വിശ്വയുടെ ഡയലോഗ് മാറി നിൽക്കും. നീ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങും ആണ് ഇഞ്ഞിട്ടുണ്ട് ഡയലോഗ്. എന്തായാലും സുഷൻ പറഞ്ഞ പോലെ സീ മാറി. താങ്ക് യു ഓൾ. ആളുകളുടെ റെസ്പോൺസ് ഒക്കെ കാണുമ്പോഴേ, അതായത് ഇങ്ങനെ ഒരു സിനിമ, അതായത് ആക്ഷനോ റൊമാൻസോ ഒന്നുമില്ലാതെ ട്രൂലി ഫ്രണ്ട്ഷിപ്പിന് മാത്രമല്ല ഇത് ഇമാരി ഗൂസ് ബംസ് എന്ന സിനിമയിലാതാണ് ആളുകൾ പറയുന്നത്. ഗൂസ് ബം മൊമെന്റ്സ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നാണോ അത് തിരക്കഥയിൽ വന്നപ്പോൾ മാറ്റി എഴുതിയോ? അവരുടെ ജീവിതത്തിലുള്ള ഗൂസ് ബംസ് നമുക്ക് ഒരിക്കലും അത്ര റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റിൽ അതിൻ്റെതായ കുറച്ച് സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ട്. കാരണം സിനിമയാണല്ലോ, അപ്പോൾ അതിൻ്റെതായ കുറച്ച് മോഡിഫിക്കേഷൻസ് ഉണ്ട്. അവരുടെ ജീവിതം തന്നെ. ഈ കൂട്ടുകാരുടെ എണ്ണം, അതുപോലെ തന്നെ കൂട്ടുകാരുടെ ചെയ്ത കാര്യങ്ങൾ, അതൊക്കെ ജീവിതത്തിലുള്ള പോലൊക്കെ തന്നെയാണ്. ജീവിതത്തിലുള്ള ഇതിനെക്കാളും സ്ട്രെയിഞ്ച് ആയിരുന്നു ഇത്. അതെ, എല്ലാവരും അതേപോലെ ഈ ഇപ്പോൾ സൗബിക ആൻഡ് അവരുടെ സ്ട്രോങ് സോൺ, അവരുടെ പെർഫോമൻസ് എന്നുള്ള സോൺ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അവരുടെ വൾണറബിലിറ്റി അല്ലെങ്കിൽ സൗബികയ്ക്ക് മൊത്തത്തിലുള്ള ഇമേജ്, ചേട്ടൻ ഇമേജ് കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് കൊടുക്കുമ്പോഴും ഇവരുടെ പെർഫോമൻസിലൂടെ പടം നിൽക്കും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. തീർച്ചയായും എല്ലാവരും നല്ല പെർഫോമൻസ് ആണല്ലോ. അവരാണ് ഈ പടത്തിൻ്റെ പെർഫോമൻസ് ആണ്. ഈ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഭയങ്കര ട്രൂലി അമേസിംഗ് ആണ്. അതിൻ്റെ ഇപ്പോൾ ഗുണാക്കേവ് ഒറിജിനലാണോ അത് സെറ്റിട്ടാണോ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മരങ്ങൾ ഒറിജിനലാണോ ഇതാണോ എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത് അജയൻ ചാലിശ്ശേരിയോട് എന്താ പറഞ്ഞിരുന്നത്? അജയനോട് കയറി പൊളിക്കാൻ പറഞ്ഞു, അത്ര പറഞ്ഞു. അജയന്റെ വിജയം അതാണ്. ചേട്ടൻ പറഞ്ഞു മറ്റേ ഗുണ ആ ഒരു സോങ് അവിടെ പ്ലേസ് ചെയ്ത് ചിദംബരത്തിന്റെ ഐഡിയ ആയിരുന്നു. എങ്ങനെയാണ് ആ ഒരു തോട്ട്? കാരണം ആ പാട്ടാണല്ലോ ഇവരുടെ ആ ഗുഹയിലേക്ക് പോകാനുള്ള മോട്ടിവേഷൻ. പിന്നെ പാട്ട് എല്ലാവർക്കും അറിയുന്ന, എല്ലാവരുടെയും ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പാട്ടാണ് കൺമണി. അതുകൊണ്ടാണ് അതോടെ പ്ലേസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ വരികളും കറക്റ്റാണ് ആ സിറ്റുവേഷൻ. ശരി, താങ്ക് യു.
അമ്മ പടം കണ്ടിട്ട് എന്താ പറഞ്ഞേ? അമ്മ പോലെ അമ്മ ഒന്ന് ഒരുമിച്ചേക്കും. അധികം പ്രഷർ ചെയ്തിട്ടോ കൊടുക്കരുത്. എങ്ങനെയുണ്ട് മോൻ്റെ അഭിനയം? നന്നായിട്ടില്ലേ? അതെ, നന്നായിട്ടുണ്ട്. മോൻ ആദ്യ സിനിമ ചെയ്യാൻ പോകുക എന്ന് പറയുമ്പോൾ ഇത്ര വലിയ സിനിമയാണ് വരുന്നത് മലയാളത്തിൽ, അതിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ്. അപ്പോൾ മോൻ എന്തെങ്കിലും ഉപദേശം കൊടുത്തിരുന്നോ? നന്നായി ചെയ്യണം മോനെ, അങ്ങനെ എന്തെങ്കിലും? അപ്പോൾ നന്നായി ചെയ്യുന്നുള്ള ഉറപ്പുണ്ടായിരുന്നല്ലേ? സലിമേട്ടൻ എന്താ പറഞ്ഞത്? എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഓ പിന്നെ അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ കഥയൊക്കെ പറഞ്ഞു. പിന്നെ അച്ഛൻ ഇവരായിട്ട് സൗഭിക്കുകയാണെങ്കിലും ചിത്രമൊക്കെ ആയിട്ടാണെങ്കിലും സംസാരിക്കുന്നത് ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ ഈ റിയാക്ഷൻസ് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് സിനിമയിൽ വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യും എപ്പോൾ ചെയ്യും എന്ന് പറയാൻ പറ്റില്ല. അത് ആക്ച്വലി ക്യാരക്ടർ അങ്ങനെയായതാണോ? അത് ഞങ്ങളും അങ്ങനെയാണ്, ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സും അങ്ങനെയാണ്, അഭിനയിക്കുന്നവരും അങ്ങനെയാണ്. ഞങ്ങൾ കൊടൈക്കനാലിൽ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് നമുക്ക് പോലും അറിഞ്ഞൂടാ. അതുപോലെ തന്നെ അവരും, നമ്മളും ഇതേപോലെ നമ്മളും ഒരുപാട് അഡ്വഞ്ചറുകൾ അവിടെ ചെയ്തിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സിനെ പോലെ തന്നെ. ഒന്നിനെ കൂട്ടുകൂടാ അല്ലെങ്കിൽ ഇടി മേടിക്കാം. അതെ, പറഞ്ഞ ഒറ്റ ഡയലോഗ് തിയേറ്ററിലുണ്ടാക്കിയ കയ്യടി ചെറുതല്ല, അത് പ്രതീക്ഷിച്ചിരുന്നത്. അത് പ്രതീക്ഷിച്ചിരുന്നു. എന്നോട് ആദ്യം നമ്മുടെ സ്ക്രിപ്റ്റ് റീഡിംഗ് പോയപ്പോൾ അടുത്ത് ബാസിയാണ് പറയുന്നത്, ഇത് തിയേറ്റർ കുലുക്കും. അല്ല, കുലുക്കും എന്ന് പറഞ്ഞാലും കുറേ കാലത്തിന് ശരിക്കും കുലുക്കിയത് മഞ്ഞുമൽ ബോയ്സാണ്. എന്തായാലും മലയാള സിനിമയുടെ സീൻ മാറി, സുഷിൻ പറഞ്ഞതുപോലെ കുറേ നല്ല പെർഫോമൻസിന് കിട്ടി. നിങ്ങളും ഇനി പറഞ്ഞ പോലെ അച്ഛൻ ചെയ്തൊരു സോണിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറിയിട്ടാണ് മകൻ ചെയ്യുന്നത്. അതും വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞങ്ങൾക്ക്. താങ്ക് യു ഫോർ ദ പെർഫോമൻസ്. താങ്ക് യു. ഹാപ്പിയാണ്.